നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് ഏതൊരു ആപത്തിൽ നിന്നും മോശം സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങൾക്ക് ധൈര്യം നൽകി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന നിങ്ങളോടൊപ്പമുള്ള ആ ഒരു അദൃശ്യ ശക്തി ആരാണ്? ആ ഒരു ശക്തി നിങ്ങളെ എങ്ങനെയാണ് സംരക്ഷിച്ച് നിർത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പമുള്ള ആ ഒരു ശക്തി ആരാണെന്ന് അറിയാനായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് ക്വീൻ ഓഫ് സോർഡ്സ്, 2 of wands, 5 of wands, the magician, സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട്, 6 of pentacles, 8 of pentacles, King of Swords, Queen of Wands, Four of Cups, 3 of Cups, 5 of Pentacles എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങളോടൊപ്പമുള്ള ആ ഒരു ശക്തി ആരാണ്? ആ ഒരു ശക്തി എങ്ങനെയാണ് നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളോടൊപ്പമുള്ള ആ ഒരു അദൃശ്യ ശക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സിൻ്റെയും ക്വീൻ ഓഫ് വാൻഡ്സിൻ്റെയും എനർജി ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പമുള്ള ആ ഒരു അദൃശ്യ ശക്തി എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു സ്ത്രീ എനർജിയാണെന്നാണ് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പൂർവികരായിട്ടുള്ള, അതായത് മുൻപ് നിങ്ങളുടെ തലമുറയിൽ ജീവിച്ചിരുന്ന, വലിയ ബുദ്ധിയും തൻ്റെ ഇടവും കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് കഴിവും ഉണ്ടായിരുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയോ, അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ദൈവിക സ്ത്രീ ഊർജമോ ആയിരിക്കാം നിങ്ങളോടൊപ്പം ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു ശക്തി വളരെ ബുദ്ധിയുള്ള, കാര്യപ്രാപ്തിയുള്ള, നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു എനർജിയാണ്. ശരിയും തെറ്റും കൃത്യമായിട്ട് വേർതിരിച്ച് കാണിച്ച് നിങ്ങളെ നേരായ വഴിയിലേക്ക് നയിക്കാനായിട്ട് ആ ഒരു ശക്തിക്ക് സാധിക്കാറുണ്ട്. ഈ ശക്തി നിങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവിനെയൊക്കെ പുറത്തെടുക്കാനായിട്ട് ആ ഒരു ശക്തി നിങ്ങളെ പ്രേരിപ്പിക്കാറുണ്ട്. അതായത് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ബുദ്ധിയായാലും കഴിവായാലും സാഹചര്യങ്ങളായാലും ഒക്കെ നിങ്ങളുടെ കൈകളിൽ തന്നെ ഉണ്ടെന്ന് ഈ ഒരു ശക്തി എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏത് വലിയ പ്രതിസന്ധിയെയും മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന ഒരു വിശ്വാസം ഈ ഒരു ശക്തി എപ്പോഴും നിങ്ങളിൽ നിറയ്ക്കാറുണ്ടെന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ ജീവിതത്തിൽ കടുത്ത നിരാശയോ അല്ലെങ്കിൽ സങ്കടമോ ഒക്കെ അനുഭവിക്കുമ്പോൾ അവിടെ തളർന്നു പോവാതെ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രതീക്ഷയുടെ ഒരു വെളിച്ചം തരുന്നത് ഈ ഒരു അദൃശ്യ ശക്തിയാണ്. ഇന്ന് എത്ര വലിയ ഇരുട്ടാണെങ്കിലും നാളെ ഒരു പുതിയ പുലരി ഉണ്ടാവും എന്ന ചിന്ത നിങ്ങളിലേക്ക് ഇട്ട് തരുന്നതും ആ ഒരു ശക്തിയുടെ എനർജിയാണ്. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനും ആ ശക്തി നിങ്ങളെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ദീർഘവീക്ഷണത്തോടെ വലിയ കാര്യങ്ങളെയൊക്കെ സ്വപ്നം കാണാനും അതിനായിട്ട് പുതിയ വഴികൾ കണ്ടെത്താനുമൊക്കെ ആ ഒരു ശക്തി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ അതിലൊന്നും ചെന്ന് പെട്ടുപോവാതെ നിങ്ങളെ ശാന്തമായിട്ട് ഇരുത്തുന്നതും ഈ ഒരു എനർജിയാണ്. കാരണം മറ്റുള്ളവരുടെ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ മനസ്സിനെ ബാധിക്കാതിരിക്കാനായിട്ട് ആ ഒരു ശക്തി നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തീർത്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു നെഗറ്റീവ് എനർജിക്കും നിങ്ങളെ
ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു ഒറ്റപ്പെടലോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ നിങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ തനിച്ചല്ലെന്നുള്ള ഒരു ബോധ്യം ആ ഒരു ശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആരും സഹായിക്കാനില്ലെന്ന തോന്നലിൽ നിങ്ങൾ വിഷമിക്കുന്ന സമയത്തൊക്കെ ആശ്വാസത്തിൻ്റെ ഒരു വെളിച്ചമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പല വ്യക്തികളെയും പല വഴികളുമൊക്കെ എത്തിച്ച് നൽകി നിങ്ങളുടെ മനസ്സിന് ധൈര്യം പകർന്ന് നൽകാനായിട്ട്, നിങ്ങൾക്കൊരു സഹായം എത്തിച്ച് നൽകാനായിട്ട് ആ ഒരു ശക്തി എപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളിൽ നിന്നും തകർച്ചയിൽ നിന്നും നിങ്ങളെ കൈപിടിച്ചുയർത്തി ജീവിതത്തിൽ പുതിയൊരു പ്രതീക്ഷയുടെ വെളിച്ചം നൽകി ഇവിടം വരെ നിങ്ങളെ എത്തിച്ചത് ആ ഒരു ശക്തിയാണ്. അതായത് ജീവിതത്തിൽ ഒരുപാട് ഇപ്പോൾ വ്യക്തികൾ മൂലമായാലും സാഹചര്യങ്ങൾ മൂലമായാലും ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തിരിച്ചടികളുമൊക്കെ വന്നു ചേർന്നിട്ടുള്ള, ഇനി ഒരു ജീവിതമില്ല എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള നാളുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് കൂടുതൽ ശക്തമായിട്ട് ഉറച്ച മനസ്സോടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു ശക്തി നിങ്ങളോടൊപ്പം ഉള്ളതിനാലാണ്. കൂടാതെ നിങ്ങളുടെ ജോലിയിലായാലും ബിസിനസ്സിലായാലും ഒക്കെ നിങ്ങൾക്കൊരു പൂർണ്ണത കൈവരിക്കാനുള്ള അല്ലെങ്കിൽ കഷ്ടപ്പെടാനുള്ള ഒരു ഊർജം ആ ഒരു ശക്തി നിങ്ങൾക്ക് നൽകാറുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ വെറുതെ ആവാതെ അവിടെ അർഹിച്ച കൃത്യമായ ഫലം നേടിത്തരാനായിട്ട് ആ ഒരു ശക്തി നിങ്ങളെ സഹായിക്കാറുണ്ട്. ഇവിടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ട്. ആ നല്ല മനസ്സ് എപ്പോഴും നിങ്ങളിൽ ആ ഒരു ശക്തി നിലനിർത്തുന്നുമുണ്ട്. ജീവിതത്തിലെ എത്ര കറുത്ത നാളുകളെയും ചിരിച്ചുകൊണ്ട് നേരിടാനായിട്ട് ഒരു പ്രത്യേക ഊർജം ആ ഒരു ശക്തി എപ്പോഴും നിങ്ങളിൽ നിലനിർത്തുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല സുഹൃത്തുക്കളെയും നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളെയുമൊക്കെ ആ ഒരു ശക്തി എത്തിച്ചു നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ നിങ്ങളെ താങ്ങി നിർത്താനായിട്ട്, നിങ്ങൾക്ക് പിന്തുണ നൽകാനായിട്ട് പല വ്യക്തികളുടെ രൂപത്തിലും ആ ഒരു ശക്തി നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ നല്ല ചിന്തകളും നല്ല സ്വപ്നങ്ങളുമൊക്കെ നൽകുന്നതും നിങ്ങളെ ആത്മീയ കാര്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നതും ആ ഒരു സ്ത്രീ രൂപത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ ഉള്ളതിനാലാണ്. ഇവിടെ നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തീർത്ത് നിങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു വലിയ ആത്മീയ ശക്തി നിങ്ങളോടൊപ്പമുണ്ട്. ആ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉള്ളിടത്തോളം ഒന്നിനെയും നിങ്ങൾ ഭയക്കേണ്ടതില്ല. നിങ്ങളെപ്പോഴും സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.